ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി പുഡിംഗ് ആണ് കേട്ടോ. അപ്പം നല്ല ചൂടല്ലേ, അപ്പോൾ നമുക്ക് പുഡിങ്ങും ഐസ്ക്രീമും അതുപോലെ നല്ല ഡ്രിങ്ക്സൊക്കെ കഴിക്കാനാകരല്ലേ ഇഷ്ടം. അപ്പോൾ ഈ പുഡിംഗ് നമ്മൾ ഫ്രിഡ്ജിൽ ഉണ്ടാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്ന് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മധുരം തിന്നാൻ തോന്നുമല്ലോ അല്ലേ, പ്രത്യേകിച്ച് ചൂടത്ത്. അപ്പോൾ ഇതുപോലെ തണുപ്പിച്ചിട്ടുള്ളതാവുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ അതിന് പറ്റിയൊരു പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ക്യാരറ്റാണ് എടുത്തത്. വലുതാണ് കേട്ടോ, 2 എണ്ണം, ഒന്ന് ചെറുതുമാണ്. അപ്പോൾ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇനി നമ്മളിത് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ക്യാരറ്റ് വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ക്യാരറ്റ് വേവിക്കാൻ വെക്കുന്നുണ്ട്. വെള്ളത്തിന് പകരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാലൊഴിച്ചിട്ടും വേവിക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നല്ല അടിപൊളി ടേസ്റ്റ് ആക്കണം. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തത്. അപ്പോൾ ക്യാരറ്റ് നല്ല പോലെ വെന്തിട്ടുണ്ട്, ഇങ്ങനെ ഉടയുന്ന പരുവത്തിലാവണം കേട്ടോ. അതായത് സോഫ്റ്റ് ആവുന്നത് വരെയാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. പിന്നെ ക്യാരറ്റിന് അധികം വേവൊന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് വേവും. അപ്പോൾ ക്യാരറ്റ് വേവിച്ചെടുത്തിട്ട് അത് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 20 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തത്. ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് എന്താ പറയുക കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പം ഞാൻ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. 20 ഗ്രാം ചൈന ഗ്രാസിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആക്കണം, നമുക്കത് പിന്നെ മെൽറ്റാക്കി എടുക്കാനും ഒരു 15 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വെക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ ക്യാരറ്റ് ഉണ്ടല്ലോ, ക്യാരറ്റൊക്കെ തണുത്തിട്ടുണ്ട്, അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ഏലക്കേൻ്റെ കുരു ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നിർബന്ധമല്ല, ക്യാരറ്റിൻ്റെ ഫ്ലേവർ ആണെന്ന് വെച്ചാൽ അത് മതി കേട്ടോ, ഏലക്ക ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അത് അരച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല പോലെ അരച്ചെടുക്കുക, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. ക്യാരറ്റും പാലും ചേർത്ത് അടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഒരു യെല്ലോ കളർ കിട്ടും അല്ലേ. പിന്നെ നമ്മൾ വേവിച്ചതും പാലിലാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുള്ള ചൈന ഗ്രാസൊക്കെ കുതിർന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മെൽറ്റാക്കുന്ന അതേ സമയത്ത് തന്നെ അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, പാല് ചൂടാക്കണം. പാല് ഞാൻ 1 ലിറ്ററാണ് കേട്ടോ എടുത്തത്. എന്നിട്ട് പിന്നെ നമ്മളിതിലേക്ക് മധുരത്തിന് 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. കറക്റ്റ് അളവ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതനുസരിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ പാലൊന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാലൊരിക്കലും തിളപ്പിക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടിന്ന് ചേർക്കുന്നുണ്ട്, പക്ഷേ ഞാനിവിടെ എഴുതിയത് 1/2 കപ്പ് എന്നാണ് കേട്ടോ. ഇനിയിപ്പോൾ 1/2 കപ്പാണെങ്കിലും കുഴപ്പമില്ല, അതിനനുസരിച്ചിട്ട് നമ്മൾ പഞ്ചസാര ചേർത്താൽ മതി. പിന്നെ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ മിൽക്ക് മെയ്ഡ് കുറച്ച് കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റും ഉണ്ടാവുന്നേ ഉള്ളൂ. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക്, അതായത് മിൽക്ക് മെയ്ഡ് ഇല്ലാന്ന് എഴുതി ഉണ്ടാക്കാതിരിക്കണ്ട കേട്ടോ, പഞ്ചസാര ചേർത്താലും മതി, നമുക്ക് തിന്നാനല്ലേ അല്ലേ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ പാലിൽ അരച്ചിട്ടുള്ള ക്യാരറ്റ് പേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തത്. പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ക്യാരറ്റ് പൾപ്പ് ഇതിലേക്ക് ചേർക്കാൻ കേട്ടോ. എന്നിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോഴേക്കും നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതായത് മെൽറ്റാക്കാൻ വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. രണ്ടും ഒരേ സമയം ചെയ്യാണ് നല്ലത്, എന്നാൽ പെട്ടെന്ന് നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാം. അതുപോലെ നല്ല പോലെ ട്രാൻസ്പെറൻ്റ് ആയി വന്നതിന് ശേഷം നമ്മൾ ഈ പാലിലേക്ക് ചേർക്കുക കേട്ടോ. അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. അതായത് ചൈന ഗ്രാസ് ചേർക്കുന്നതിന് തൊട്ട് മുമ്പ് ഫ്ലെയിം ഓഫ് ചെയ്ത് അത്രയും നല്ലത്. അല്ലെങ്കിൽ ചൈന ഗ്രാസ് ചേർക്കുന്നതോടൊപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. കാരണം ചൈന ഗ്രാസ് ചേർത്ത് തിളപ്പിച്ചാലാണ് പുഡിംഗ് മിക്സ് പിരിയുക. ചൈന ഗ്രാസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ അരിച്ചിട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. എന്തെങ്കിലുമൊക്കെ തരികൾ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ ക്യാരറ്റിൻ്റെ തരിയോ അല്ലെങ്കിൽ ചൈന ഗ്രാസ് മെൽറ്റ് ആവാതെ ചെറിയ പീസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ തരി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അരിച്ചിട്ട് ഒഴിക്കണത്. അപ്പോൾ ഇത് നമ്മൾ പുഡിംഗ് മിക്സ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ കുമിളകൾ ഉണ്ടാവും കേട്ടോ, ബബിൾസ്, അത് എടുത്ത് കളയണം. അല്ലെങ്കിൽ പുഡിംഗ് സെറ്റായി കഴിയുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് കോരി കളഞ്ഞു കൊടുത്താൽ മതി. ഇനി ഇത് ചൂടാറണം കേട്ടോ. പിന്നെ പകുതി സെറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഗാർണിഷ് ചെയ്യാനുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ അടിയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് പുഡിങ് തിന്നുമ്പോൾ അങ്ങനെ കടിക്കാൻ കിട്ടും. പിന്നെ കാണാൻ ഭംഗിക്കാണ് നമ്മൾ ഗാർണിഷ് ചെയ്യുന്നത്. അതായത് പുഡിങ്ങിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ പുഡിങ് സെറ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ പുഡിങ് സെറ്റായിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് പിസ്ത ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തത് കേട്ടോ. അടിയിലിട്ട് കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ ക്യാരറ്റ് വെച്ചിട്ടും ഗാർണിഷ് ചെയ്യാം കേട്ടോ, എന്നാലും രസം തന്നെയാണ്. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചർ ആയതിന് ശേഷം വേണം ഫ്രിഡ്ജിലേക്ക് വെക്കാൻ. പുഡിങ് തണുക്കാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ അധികം വെക്കാൻ സമയമില്ലാന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ വെച്ചാൽ നമ്മുടെ പുഡിങ് പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അധിക സമയം വെക്കരുത്, 1 മണിക്കൂറിൽ അപ്പുറം ഒന്നും ഒരിക്കലും ഫ്രീസറിൽ വെക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു സൈസ് കട്ട പോലെ ആവും, നിങ്ങൾക്ക് അറിയുമല്ലോ അല്ലേ, അത് പ്രത്യേകിച്ച് പറയണ്ട. അപ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പുഡിങ് സെർവ് ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് കോരി തിന്നാം. നമ്മളിപ്പോൾ 2 ദിവസത്തിനാണെന്നൊക്കെ വിചാരിച്ചത് പുഡിങ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീരും കേട്ടോ, കാരണം അത്രക്ക് ടേസ്റ്റാണ്. പിന്നെ ക്യാരറ്റൊക്കെ ഫ്രഷ് ആയത് നോക്കി എടുക്കുക കേട്ടോ, അപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.